ഞായറാഴ്ച വിശേഷങ്ങളാണേ. ഈ ആഴ്ച ചാച്ചൻ്റെ ആണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പള്ളിയിലുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പള്ളിയിൽ നേരെ ചെമ്മാച്ചൻ പള്ളിയിട്ടാട്ടോ പോയത്. അവിടെ പോയി തിരികെ കത്തിച്ച് ഞങ്ങൾ പിന്നെ നേരെ ആൻറ്റിയുടെ അടുത്തേക്ക് പോയിട്ടു. ആൻറ്റിയുടെ വീട് പൈനിങ്കപ്പാറയാണേ. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ചാച്ചൻ മരിച്ചിട്ട് ഇത് 4ാമത്തെ വർഷം കേട്ടോ. ഞാനൊട്ടിക്ക് 3 വയസ്സാകാറായപ്പോഴാണ് കേട്ടോ ചാച്ചൻ മരിച്ചത്. ഇത് പൊന്നൂൻ്റെ കുഞ്ഞാണ് ഇഹാൻ ബേബി. അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ റിയമ്മയുടെ മടിയിൽ ഞാനോട്ട് കയറിയിരുന്നത്. ഇപ്പോൾ പോയി വേഗം കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതായിരുന്നു അവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇഹാൻ ബേബിയുടെ ഡാൻസ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും സംസാരിച്ച് അങ്ങനെ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞോളമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞോളമ്മ നടുമ്പപ്പള്ളിയിലാട്ടോ പോയത്. കുഞ്ഞോളമ്മനെ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനോട്ട് യാഗച്ചേട്ടൻ ചൂട്ടും കൂടി നടക്കാനൊക്കെ പോയി. അവിടെ പോയി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ബീഫ് ബിരിയാണി ആയിരുന്നേ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് ഷോപ്പിൽ പോകണം. എന്നിട്ട് ഒരു കേക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷോപ്പിലേക്ക് വന്നു കേട്ടോ. തിരിച്ചു പോകണ വഴിക്ക് ഞാനോട്ടിക്ക് ഒരു മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു, നെബുലൈസ് ചെയ്യാനുള്ള. അത് മേടിച്ച് ഞാൻ വീട്ടിൽ വന്നു. ആൻറ്റിയുടെ അടുത്തേക്ക് തന്നെ കേട്ടോ വന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് കുഴലപ്പം കഴിക്കുകയാണ്. പിന്നെയും കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും ചേട്ടായും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോന്നേ. അപ്പോൾ എല്ലാവരും ടാറ്റ വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാനോട്ടിക്ക് മുടി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു, പിന്നി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അതിന് പിന്നെ കൊടുത്ത് ആൾ നെബുലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ള ഞായറാഴ്ച വിശേഷങ്ങൾ. ടാറ്റാ.